ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നൊരു വെനസ്ഡേ ആണ്. ഇന്ന് ലീവ് എടുത്തേക്കുവാണ്. ഞാൻ കുറച്ച് ആവശ്യങ്ങളുണ്ട്, പുറത്തൊക്കെ പോകേണ്ട കുറച്ച് ആവശ്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തേക്കുവാണ്. രാവിലെ തന്നെ എഴുന്നേറ്റു. എനിക്കൊരു ബ്ലഡ് ടെസ്റ്റിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റിന് എണീറ്റോടൻ, അത് ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണീറ്റോടൻ അത് വേണ്ടി പോയി. ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കുത്തിയിട്ടതാണല്ലോ, ഇഞ്ചക്ഷനൊക്കെ കുത്തിയിട്ട് ഇത് ഒട്ടിച്ചേക്കുവാണ്. അത് കഴിഞ്ഞിപ്പോൾ വന്നു. ഇപ്പോൾ വന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് ലേറ്റായി, 9 മണിയൊക്കെ ആയി എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ പിന്നെ പോയി വന്നിട്ട് ഇനിയിപ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്ത് പിന്നെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ പുറത്തു പോകാനാണ് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊന്നും അയച്ചു വെക്കാതെ നേരെ കുക്കിങ്ങിലേക്ക് കടന്നു. സംഭവം വിശക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ലേറ്റായി എഴുന്നേക്കാൻ. അപ്പോൾ പിന്നെ പോയി വന്ന് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ ഉടൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറി. പിന്നെ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കിയത്. പുട്ടും കടലേൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ തൊട്ടടുത്ത് ഉള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി അവർ ഫാമിലി ആയിട്ട് താമസിക്കുന്നത്, ചേച്ചി, ചേട്ടൻ, പിന്നെ 2 മക്കൾ. അപ്പം ചേച്ചി എന്നോട് ചോദിച്ചതാണ് ഒരിക്കൽ കണ്ടപ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും അല്ലേ എന്ന്. ഞാൻ എന്തോ സാധനം വാങ്ങി, കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാൻ പറയും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോ? ചേർന്നാൽ സാൻഡ്വിച്ച്, ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയും അതൊന്നുമല്ല, ഞങ്ങൾ പുട്ടും കടല, ദോശ, സാമ്പാർ ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അതൊന്നുമല്ല, അതൊക്കെ കഴിക്കും, അതൊക്കെ വല്ലപ്പോഴും കഴിക്കുകയുള്ളൂ, അല്ലാതെ അങ്ങനെ എപ്പോഴും ഒന്നും കഴിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി വിചാരിച്ചേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വേറെ ജോബിനൊക്കെ വേണ്ടി ഇങ്ങനെ മാറിയൊക്കെ താമസിക്കുമ്പോൾ കൂടുതലായിട്ടും കപ്പിൾസൊക്കെ എന്ന് പറയുന്നത് ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടിയാണെന്നാണ് ചിന്തിക്കുന്നത്. എന്താ വെച്ചാൽ അവർക്ക് സമയം ഉണ്ടാവില്ലല്ലോ, കുക്ക് ചെയ്യണം, പിന്നെ ഓഫീസിൽ പോകണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിരിക്കും എന്നാണ് ആ ചേച്ചി ചിന്തിച്ചേക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ ചില ദിവസം അങ്ങനെ ആവാറുണ്ട്, മടിയൊക്കെ ആയിക്കഴിഞ്ഞാലും അതുപോലെ വയ്യാണ്ടായാല് അങ്ങനത്തെ പല സിറ്റുവേഷനിലൊക്കെ അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രെഡ്, മുട്ട പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയത്, അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ടൈമും ഇങ്ങനെ ഇതുപോലെ നമുക്ക് എപ്പോഴും നമ്മുടെ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ പുട്ടുകടല, ദോശ, ചട്നി, അതുപോലെ ചപ്പാത്തി, മുട്ടക്കറി, അങ്ങനത്തെയൊക്കെ ഫുഡുകളോടാണ് എനിക്ക് ഭയങ്കര താല്പര്യം. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മുഖ്യമാണ്. മുഖ്യം മീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആ വാക്ക് തന്നെ ഉണ്ടല്ലോ, നമ്മുടെ കുറേ നേരത്തെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴിക്കണം എന്നുള്ളത് എനിക്ക് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. നല്ല ഫുഡായിരിക്കണം, അതിൽ എല്ലാം ബാലൻസ്ഡ് മീലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ പുട്ടും കടലയൊക്കെ ആയി. പുട്ടിന് പുട്ടും പാത്രവും ഇല്ല, വാങ്ങിയിട്ടില്ല അത്. അപ്പോൾ പിന്നെ പാത്രം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ഞാൻ പിന്നെ വാങ്ങാന്ന് വെച്ചിട്ട് അങ്ങനെ അത് ഒഴിവാക്കി. പിന്നെ എനിക്ക് തോന്നി പുട്ടിൻ്റെ പാത്രത്തിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെ ആക്കുന്നതല്ലേ എളുപ്പമെന്ന്. അരിപ്പ പാത്രത്തിൽ ഇങ്ങനെ ഫുൾ കുഴച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആക്കുന്നതാണല്ലോ എളുപ്പം. അതാകുമ്പോൾ നമുക്കിങ്ങനെ കുഴച്ച് ഇട്ട് ഓരോ കുറ്റി നിറച്ചു, പിന്നെ അത് എടുത്തു, പിന്നെ വീണ്ടും അങ്ങനെ ഒരു സമയം പോകണ്ടല്ലോ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഈ പുട്ടും പാത്രം വാങ്ങാൻ നിന്നില്ല. പിന്നെ സ്ഥിരം ഇതിലേക്ക് തന്നെയാണ് ആക്കുന്നത്. പിന്നെ അങ്ങനെ പുട്ട്, പിന്നെ കടലക്കറി, പുഴുങ്ങിയ മുട്ട ഒരെണ്ണം, പിന്നെ കുറച്ച് സാലഡ്സ് ഒക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് പിന്നെ ഒന്ന് ഇരിക്കാനൊന്നും നിന്നില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് നേരെ ഉച്ചക്കത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കാനുണ്ട്, ചോറും കറിയും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള കാര്യത്തിലേക്ക് കടന്നു. 2018 ഞാൻ ഫസ്റ്റ് ജോബിന് കയറുന്നത്.
പിന്നെ പഠിത്തം കഴിഞ്ഞു, അതിൻ്റെ വൈവയും പ്രൊജക്റ്റും കാര്യങ്ങൾക്കൊക്കെ. എന്നിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി, അതായത് മാർച്ച് ആ ഒരു ടൈം തീരേണ്ട കോഴ്സ് പിന്നെ ലാഗായി അങ്ങനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയി പോയി. അതുകൊണ്ട് ആ ഒരു 18 ഒരു അവസാനമൊക്കെ ആയപ്പോഴാണ് ഇന്റേൺഷിപ്പിന് കയറാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തു, 2-3 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആണ് ഒരു ചെറിയൊരു ജോബിന് കയറിയത്. അവിടെ നാട്ടിൽ തന്നെ ഒരു ജോബിന് കയറി. എന്നിട്ട് ഒരു തുടക്കം എന്നുള്ള നിലയിൽ കയറി. പിന്നെ എനിക്ക് അങ്ങ് തോന്നി എന്താന്ന് വെച്ചാല് ഇവിടെ തന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൂടുതലായിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ തട്ടിമുട്ടി പോവാന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും എൻ്റെ ഞാനൊരു ഇൻഡിവിജ്വൽ എന്ന രീതിയിലാണെങ്കിലും എല്ലാ രീതിയിലും ഒരു ഡെവലപ്മെന്റ് കൂടുതൽ ആൾക്കാരെ കാണുമ്പോഴും കൂടുതൽ സ്ഥലത്ത് പോയി അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെയൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ജേർണലിസം ഫീൽഡിലായതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ലോക്കൽ ചാനലുകൾ, ലോക്കലായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് PG വരെയൊക്കെ ചെയ്തതല്ലേ, അപ്പം ട്രിവാൻഡ്രം, കൊച്ചി അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആയപ്പോൾ എനിക്ക് തോന്നി ഞാനും പിന്നെ ജോബിനൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുവാണ്. ഇപ്പോഴത്തെ പോലെ ആ സമയത്ത് ഈ നമ്മുടെ ഈ ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ് ഒന്നും അത്ര അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഈ FB പേജിലൂടെ പിന്നെ ഗൂഗിളിലൂടെ പിന്നെ പത്രത്തിൽ വരുന്നത്, സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇൻഡീഡും നൗക്രിയും ലിങ്ക്ഡിനൊന്നും അത്രയും നമുക്ക് അറിയില്ല, യൂസ് ചെയ്യുന്നവരുണ്ടോന്ന് അറിയില്ല. അന്നേരം അത്ര വന്നിട്ടില്ല 2018 അങ്ങനെ ഇത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ കൊടുത്ത ജോബ് വരുന്നതൊക്കെ ദൂരത്തു നിന്നായിരുന്നു. അതായത് എല്ലാം ഈ കൊച്ചി, ട്രിവാൻഡ്രം ആ ഭാഗത്ത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം പിന്നെ അവിടെ പോയിട്ട് എവിടെയും ജോബ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഒരു തീരുമാനം എടുത്തേക്കാം, അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയത്. 2019 ആണെന്ന് തോന്നുന്നു. 19 തന്നെ ഫസ്റ്റ് തുടക്കത്തിലാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. ട്രിവാൻഡ്രത്ത് അവിടെ പോയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്തത് ഒരു ന്യൂസ് പേപ്പറിലായിരുന്നു. ഒരു അത്രയും ഫേമസ് ആവുന്നതല്ല, അത് ഇവിടെ ട്രിവാൻഡ്രം, കൊല്ലം ആ ഒരു സ്ഥലത്ത് മാത്രം ഉള്ള ഒരു സൗത്ത് കുറച്ച് ഡിസ്ട്രിക്റ്റ് മാത്രമുള്ള ഒരു ന്യൂസ് പേപ്പർ ആയിരുന്നു. അതിൽ ആണ് ഫസ്റ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അന്നേരം തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് ന്യൂസ് പേപ്പറിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഒരു വലിയ കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുക്ക് ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടി വിട്ടുപോകുന്നുണ്ടല്ലേ. ഞാന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് മത്തി ഈ പീര ഇട്ട് വെക്കാന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറി വെച്ചു. പിന്നെ കിളിമീൻ വറുത്തത്, പിന്നെയാണ് വാഴക്കൂമ്പ് തോരൻ. അത്രയും കാര്യങ്ങളാണ് വെച്ചത്. അപ്പൊ ഒരു പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കൂടി ചക്ക അട ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന്റെ പണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചു. എന്നിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയത്. എനിക്ക് ചക്കയട, ഇലയട ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ അത്ര ബുദ്ധിമുട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ഇന്ന് ത്രൂ ഔട്ട് പണിയാണ് ഞാൻ, കാരണം ഇന്ന് കുറച്ച് സ്ഥലത്ത് പോവാനുള്ളത് കൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ത്രൂ ഔട്ട് വർക്കായിരുന്നു, ഇങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വർക്കായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ആദ്യം ലഞ്ച് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അപ്പം ഉണ്ടാക്കി, ചക്കയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത്. പിന്നെ പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ, പിന്നെ കുറച്ച് സാലഡും അതൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിച്ചു. എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് മെയിൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ്. ഇതാണ് ഹെവി ആയിട്ട് കഴിക്കുന്നത്. ബാക്കി ഒന്നും ഞാൻ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു കുറച്ച് മാമ്പഴവും പിന്നെ ഒരു ലൈമും കുടിച്ചായിരുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞാണ് ഇപ്പം ലഞ്ച് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇന്ന് ഹോസ്പിറ്റലിൻ്റെ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഒന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യവും കൂടി ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി, ബാങ്കിലും പോയി. അതാണ് ഞാൻ പെട്ടെന്ന് പണി ചെയ്തത്. കാരണം ഇവിടെ പോകാനുണ്ടല്ലോ, ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റിന്റെ ടൈമിൽ എത്തണം. പിന്നെ ബാങ്കാണ് 5 മണി വരെ ഉള്ളൂ. 5 മണിക്ക് മുൻപേ അവിടെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ചു വന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടി നടന്നുകൊണ്ട് ശരിക്കും മടുത്ത്. പക്ഷെ ജിമ്മ് മിസ്സാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജിമ്മ് പോയി തുടങ്ങിയാൽ പിന്നെ നമുക്കത് പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിരിക്കും. ഒന്നും ചെയ്തില്ലല്ലോ ഇന്ന് എന്നുള്ളൊരു ഫീലിംഗ് ആവും. ഇപ്പൊ വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ്. വീഡിയോ ഇടാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഓ, വീഡിയോ ഇട്ടില്ലല്ലോ ഇന്ന്. അതുപോലെയാണ് എനിക്ക് ജിമ്മിൽ പോകുന്ന കാര്യം. ജിമ്മിൽ പോയില്ലെങ്കിൽ ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിരിക്കും, ഒന്നും ചെയ്തില്ല എന്നുള്ള. അങ്ങനെ ജിമ്മിലെത്തി കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒരു സെൽഫി വീഡിയോ എന്നുള്ളത് മസ്റ്റാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വാമപ്പ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ചെറുതായിട്ട് വാമപ്പ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 6 മന്തിന് മേലെ ആയിട്ടുള്ളൂ. 6 മന്തിന് മുകളിലായി. അതിൻ്റെ ഇടയിൽ ഒരു 3-4 മാസം ജിമ്മിൽ പോയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നു. ഒരു 4 മാസം പോയി. 4 മാസം പോയിട്ട് പിന്നെ ഒരു 1-2 മാസത്തെ ബ്രേക്ക് വന്നു. ആ 2 മാസത്തെ ബ്രേക്കിന് ശേഷം ഇപ്പോൾ വീണ്ടും ഞാൻ ജിമ്മിലേക്ക് പോയേക്കുവാണ്. പിന്നെ ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ഒരു ശരീരമായതുകൊണ്ട് 2 മാസം ജിമ്മിൽ പോവാത്തത് കൊണ്ട് 2 കിലോ ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുറക്കണം. പിന്നെ ബോഡി ഒന്ന് ടോൺ ചെയ്യണം, ഒന്ന് ഫിറ്റ് ആകണം, സ്ട്രെങ്ത് ആവണം. അതാണ് എയിം എന്ന് പറയുന്നത്. അല്ലാതെ വല്ല വെയിറ്റ് ലോസ് ചെയ്യാനോ അങ്ങനെ ഒരു ഫിക്സഡ് ഒരു ലിമിറ്റഡ് പ്ലാൻ വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഒരു ടൈം കൊണ്ട് എനിക്ക് കുറയണം എന്ന് ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് കുറയും വെയിറ്റ്, 6 മാസം കൊണ്ട് വെയിറ്റ് കുറയുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാവണം ഇപ്പോഴും ഞാൻ അങ്ങനെ ഒരു ടൈം പീരീഡ് ഒന്നും വെക്കുന്നില്ല. എൻ്റെ പറ്റാവുന്നതിൽ മാക്സിമം ഞാൻ ചെയ്യും. എനിക്ക് എപ്പോഴാണ് അത് സെറ്റായി വരുന്നത്, എൻ്റെ ബോഡി ഫിറ്റായി വരുന്നത്. കാരണം ഗ്രാജുവലിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം ഇത് നമ്മൾ വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത് ഇന്ന് ചെയ്ത് 1 മാസം കൊണ്ടൊന്നും റിസൾട്ട് വരില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 2-3 മാസത്തൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വർക്കൗട്ടിന് റിസൾട്ട് വരുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. കാരണം ഇന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു മൈൻഡിനൊന്ന് ഭയങ്കര ഒരു കൂളായിട്ടുള്ള പോലെ തോന്നും. നമ്മൾ ഫിസിക്കലി നമ്മൾ സെറ്റാകാൻ വേണ്ടി പോയിട്ട് മെന്റലി സെറ്റായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ജിമ്മ്. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജിമ്മ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ വിഷമം ഉണ്ടാവില്ല. അത് അത്രയും നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം മറന്നു പോകും. ജിമ്മ് പോയാൽ പിന്നെ വേറൊരു കാര്യം ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ ജിമ്മും വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ജിമ്മിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. മുമ്പ് എനിക്ക് ജിമ്മിൽ നിന്ന് വീഡിയോ എടുക്കാനേ മടിയായിരുന്നു. ഇപ്പൊ അത് മാറി. ഗ്രാജുവലി അതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ജിമ്മൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. എന്നിട്ട് ഫ്രഷായി. എന്നിട്ട് ഇപ്പം ഇനി ഉറങ്ങാൻ വേണ്ടി പോകാൻ നോക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ശരിക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയായിരുന്നു ലീവ് എടുത്തത്. പക്ഷെ ഞാൻ റെസ്റ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും റെസ്റ്റ് എടുത്തിട്ടില്ല. രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞായിരുന്നു ഒരു 9 മണിയൊക്കെ ആയി. അതല്ലാതെ ഒരു റെസ്റ്റും ഞാൻ എടുത്തിട്ടില്ല. ഫുൾ പണി, ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഓരോ സ്ഥലത്തൊക്കെ പോകാനുണ്ടായി. അങ്ങനെ ഒരു ദിവസം മുഴുവൻ പോയി. ഇനിയിപ്പോൾ നാളെ വീണ്ടും വർക്കിനേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്? വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തൊക്കെയാണ് സജഷൻസ് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.